അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് നമ്മുടെ കോഴി 1.5 കിലോയുടെ കോഴി, ചെറിയ കോഴി നോക്കി വാങ്ങിച്ചു, കാരണം നമ്മൾ ബക്കറ്റ് തപ്പി നടന്ന് മടുത്തു. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാണേ. ഇതിലേക്ക് ഞാൻ ആദ്യം ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില, നമ്മുടെ സ്വന്തം ഇഞ്ചി, അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ടേസ്റ്റിനനുസരിച്ച് അതനുസരിച്ച് ഞാൻ ഇതിനകത്ത് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി ആവശ്യത്തിന്. ഇത് പിരിയൻ മുളക് പൊടിയാണ്. ഞാൻ ഒത്തിരി മസാല ചേർക്കുന്നില്ല, കാരണം ഒത്തിരി മസാല ചേർത്താൽ നമ്മൾ ചിക്കൻ്റെ ടേസ്റ്റ് കളയുകയാണ് ചെയ്യുന്നത്. ഇച്ചിരി ഗരം മസാല, ഇച്ചിരി ബേ ലീഫ്, ആവശ്യത്തിന് യോഗട്ട്, നാരങ്ങ അല്ല ഒരു ഹാഫ് നാരങ്ങ നീര് ഞാൻ ചേർക്കുന്നുണ്ട്. ഇച്ചിരി ഓയിൽ, ഞാൻ വെള്ളം ഇതിനകത്ത് ഒഴിക്കുന്നേ ഇല്ല കേട്ടോ. ഇച്ചിരി ഓയില്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിന് പകരം ബട്ടർ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി ഷുഗർ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ. ഇനി ഇതിനെ നന്നായി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ക്രഷ് ചെയ്ത നമ്മുടെ കുരുമുളക് പൊടി. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനെ ഒന്ന് വരഞ്ഞിട്ട് ഇവനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. അതാണ് അടുത്ത സെക്ഷൻ. നമ്മൾ പുറത്തായിരിക്കും കുക്ക് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഗാർഡനിലേക്ക് പോവാം. എല്ലാവരും റെഡിയാണോ? അപ്പോൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ തരംഗമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. പറ്റുന്ന പോലെ ഒന്ന് ചെയ്യാൻ നോക്കുന്നു, ശരിയാവുമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ബക്കറ്റൊന്നും ഇരിപ്പില്ല, അപ്പോൾ ഉള്ള പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചിക്കനാണ് വാങ്ങിച്ചത്, കാരണം നമ്മുടെ പാത്രത്തിൽ കൊള്ളണമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളും പോരെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പാവപ്പെട്ട കോഴീനെ ഇന്ന് റെഡിയാക്കാൻ പോവാണ്. ഇത് നിൽക്കി നമ്മുടെ പേര് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല. നമ്മുടെ പേരയിൽ ഓൾറെഡി കായായി തുടങ്ങി കേട്ടോ. ഇതേ ഇതാണ് നമ്മുടെ പേരയിൽ ഫ്ലവർ പൊഴിഞ്ഞതിന് ശേഷം കായായി വരുന്ന അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, മുകളിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, എനിക്ക് കാണിക്കാൻ വയ്യ. സുരക്ഷ അത് കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പം ഇപ്പം നമ്മുടെ ചിക്കൻ റെഡിയാക്കാം. നമുക്ക് ഇതിലിപ്പം ഉറപ്പിച്ചിട്ടുണ്ട്. സുരേഷ് ഓൾറെഡി എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടോ. ഇത് നമ്മുടെ ഇവിടെ നിന്നൊരു മരത്തിൽ നിന്നൊരു കമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം വെയിലാണ്, വെയിലിന് ചൂടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഒരു സമയം 5:30 കഴിഞ്ഞാണല്ലോ സുരേഷ്. കമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് ഓയിലാണ് ചുറ്റിയേക്കുന്നത് കേട്ടോ, ഓയിൽ ചുറ്റി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന് ചുറ്റും നമുക്ക്, അപ്പൊ നമ്മൾ ഇതിന്റെ ചുറ്റും ഒന്ന് ഫോയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തായാലും ഇവിടം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിക്കും. ഇതിന്റെ ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ്. ഞാൻ തൊലി കളയുന്നില്ല. സാധാരണ എല്ലാവരും ഇതിന്റെ സ്കിന്നെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ആ സ്കിന്നോട് ഇരിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മളിപ്പം ഇവിടുന്ന് നമ്മൾ ചിക്കൻ വാങ്ങുമ്പം ഇതെല്ലാം പ്രിപ്പയർ ചെയ്താണ് അവർ കഴുകണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് കഴുകുന്നൊന്നുമില്ല കേട്ടോ. നമ്മളിനി ഇതിനെ നന്നായിട്ടൊന്ന് വരയുവാണേ, ഇവിടെ വെച്ചുകൊണ്ട് തന്നെ. ഇതുണ്ടോ, നമ്മളിതിനെ ഒന്ന് വരഞ്ഞെടുക്കുന്നു. സഞ്ജുവിന് വിഷമം വന്നു പോയി ചിക്കനെ പിടിച്ചിട്ട്. ചിക്കനെ അങ്ങനൊന്നും ചെയ്യണ്ടെന്നാണ് സഞ്ജുപ്പ പറയുന്നത്. കണ്ടോ, ചിക്കൻ്റെ എല്ലാ പാർട്സും നമ്മൾ നന്നായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയിലിട്ട് ഇവനെ അങ്ങോട്ട് കുളപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ മസാല ഇതിലേക്ക് ഈ അരപ്പ് ഈ നമ്മൾ കീറി വെച്ച ഭാഗത്തേക്കെല്ലാം നന്നായിട്ട് ഇറങ്ങിച്ചെല്ലണം. കണ്ടോ, നന്നായിട്ട് നമുക്കിതിനെ മക്കളെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി കുറുകി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. ഞാൻ ഇതിനകത്തോട്ട് കുറേ ഒഴിച്ചു കൊടുത്തു. പൊന്നുമണി ഒഴിച്ചു തന്നെ, പൊന്നുമണി ബിന്നിലോട്ട് മാറ്റിക്കാതെ. കോഴിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയിട്ടുണ്ട്. നമുക്കിനി അതിനെ കൊണ്ടത് നമ്മുടെ കമ്പയിലോട്ടങ്ങ് ഇറക്കാം. നമ്മളിവനെ അങ്ങ് പിടിപ്പിക്കാൻ പോവാം. ഓക്കെ, ഇച്ചിരി ബട്ടറോടൊക്കെ തുകുന്ന നല്ല കേട്ടോ. അതിനകത്ത് ഇച്ചിരി ബട്ടറൊക്കെ തേച്ച് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. വടി വെച്ചേ സുന്ദരി സുശീലെ. ഇതിനെ നമുക്ക് ഇങ്ങനെ വെച്ചു. കോഴിയുടെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ മോനെ, ബാക്കിയുള്ള അരപ്പൊടിക്ക് ഉണ്ടെന്നൊക്കെ അതിനെ നമുക്ക് ഒഴിച്ചേക്കാം. ഇത് ഒലിവ് ഓയിലാണ്.
ഇത്തിരി ഓയിലും കൊഞ്ചേക്കാം. അപ്പോൾ മോള് മുകൾ ഭാഗമൊക്കെ ഒന്നുകൂടെ നല്ല സുന്ദരമായിട്ട് വരും. മതി. ഇതിനെ മൂടാൻ പോവാണ്. ശരിക്കും മൂടാനുള്ള സ്ഥാനമില്ല. അത്ര വരെ വന്നല്ലേ. ശകലം പൊക്കി വെക്കണം. ഒരു കാര്യം നിൽക്കാൻ വയ്യ. ഒരു മിനിറ്റ് ഞാൻ കണ്ടോട്ടെ ചിക്കൻ്റെ അവസ്ഥ എവിടെയാണ് നിൽക്കുന്നത്, പൊസിഷൻ അറിയാനാ. ഓക്കെ. ോ നമ്മൾ ആ എയർ മുഴുവൻ അടയ്ക്ക് ഓൾറെഡി ഫോയിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അഴുക്ക് പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എയർ കയറാത്ത രീതിയിൽ മാക്സിമം ഫ്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുണ്ടല്ലോ അപ്പോൾ കമ്പലെടുത്തോളൂ. ഇടാൻ ലേറ്റ് വെച്ചിട്ട് പോകും. സുരേഷ് ദീപം ഒരു മിനിറ്റ്. സുരേഷ് ദീപം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പോലെ ഉണ്ട്. പപ്പായ ഹെൽപ്പ് ചെയ്യും അല്ലേ? അതിനാ പപ്പായ ചെന്ന് ഹെൽപ്പ് ചെയ്യണം കണ്ടോ. ഹാഫ് വേഗോ ഫുള്ള് വേഗോ? ചൂടാണ്, അടുത്തോട്ട് എത്താൻ പറ്റാത്ത ചൂടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ 10-15 മിനിറ്റ് ആയി അല്ലേ? 15 മിനിറ്റോളം മിച്ചമായിട്ടുണ്ട്. അപ്പം റെഡിയായി കാണും നമ്മൾ വിചാരിക്കുന്നു. നമുക്ക് തീയില്ലെന്നായിരുന്നു ആദ്യത്തെ വിഷമം. ഇവിടെ നമുക്ക് ചുള്ളിക്കം വിലയിട്ടപ്പോൾ നല്ല തീയാ, അടുത്ത് നിൽക്കാൻ വയ്യാത്ത ചീടാ. അവസാനം ഇത് തുറക്കുമ്പോൾ കരിഞ്ഞു പോവാന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഡൗട്ട്. കാരണം അത്രയ്ക്കും ചൂടാണ്. അത് ഇളം ചിക്കനല്ലേ, ഇപ്പൊ ആയി കാണും. കുഞ്ഞു പാത്രം കൂടെ ആകുമ്പോഴേക്ക് മിക്കവാറായി കാണാനാണ്. ഇത് കത്തി തീർന്നവരെ നമുക്ക് നോക്കാം അല്ലേ? ഇത്ര എങ്കിലും നമുക്കൊന്ന് എടുത്തേക്കാം. കരിഞ്ഞെങ്കിൽ കരിഞ്ഞ അത്രേ ഉള്ളൂ. പിന്നെ ഒരു ആഗ്രഹം സാധിച്ചു എന്ന് പറയാം. കരിഞ്ഞെങ്കിൽ അത് കരിഞ്ഞ ബക്കറ്റ് ചിക്കൻ ആയിരിക്കും. അത് തന്നെ. ഇപ്പം എന്തായാലും സുന്ദരമായിട്ട് കത്തി കേട്ടോ, അടിപൊളി. ഇവിടെ ഒരു സായിപ്പിനെ കണ്ടു നോക്കാം. ഇവിടെ ഒരു സായിപ്പ് ദേ ജ്യൂസ് കുടിക്കുന്നത് തളർന്നു പോയേ. എന്തായാലും നമ്മുടെ ചിക്കൻ വെന്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു സുരേഷ്. ഇവിടെ തീ കത്തിക്കുന്നതിന് സഞ്ജു ഭയങ്കര എതിരായിരുന്നു. സഞ്ജു പിണങ്ങി പോയിരിക്കുകയാണ് ഇപ്പം. അവൻ പറയുന്നത് ഇവിടെ ഇങ്ങനെ തീ കത്തിച്ചാൽ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് സഞ്ജു നമ്മുടെ ഈ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്ന പരിപാടി സഞ്ജു പൂർണ്ണമായിട്ട് മാറി നിൽക്കുക. എനിക്കിതിൽ പങ്കില്ല, കൈ കഴിയങ്ങ് മാറി. അതെ, ഞാൻ ഇതിനകത്ത് ചേരുന്നില്ല എന്ന് പറഞ്ഞ് സഞ്ജു പൂർണ്ണമായിട്ടും മാറി. എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. ഇവിടുന്ന് തീ കത്തിച്ചാൽ ഓസോൺ പാളി വിള്ളൽ ഉണ്ടാവുന്നതാണ് അവന്റെ അവകാശം. സങ്കടപ്പെട്ട അകത്തോട് കയറിപ്പോയിരിക്കുന്നത്. അതുകൊണ്ട് സഞ്ജു കഴിക്കാൻ വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അത് ഇവിടുത്തെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിൻ്റെ ആയിട്ട് ഇവരെ അങ്ങനെ പഠിപ്പിക്കും. പക്ഷെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ. നമ്മൾ നാട്ടിൽ പഠിച്ചു പോകുന്ന അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ശീലം കാണിക്കുമ്പോൾ ഇവരെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ എന്തെങ്കിലും എന്താ വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിലും നമ്മുടെ വഴിക്കട നടക്കുന്നതാണെങ്കിലും വഴി ക്രോസ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഇവര് നമ്മളെന്തെങ്കിലും ലൈറ്റ്സ് തെളിയാതെ ക്രോസ് ചെയ്യോ അങ്ങനെ പിന്നെ ചാടിപ്പോക്കെ ആണെങ്കിൽ ഇവര് നമ്മളെ പറയും ചെയ്യുന്ന റോങ് ആന്ന് പറയും. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ സഞ്ജു പിണങ്ങി പോയിരിക്കുകയാണ്. കാണാം. നല്ല ബക്കറ്റിൽ വിരിയുന്ന ചിക്കൻ ഫ്രൈ വേണോ? തനതിന്ത
പഠിച്ചേ. മുളകരച്ചൊതുക്കിയ പാരമേനിൽ കറി കൂട്ടിട്ടെരിയുമ്പം ഉണം കണ്ണ് തുടിച്ചവനേ തനതിന്ത 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 തിന്തിന്നോ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നു. പിന്നെന്നാ ഇപ്പോഴും ആവേശത്തോടെ നമ്മുടെ ബക്കറ്റിന് ചുറ്റും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആയിട്ടുള്ളത്. അത് കരിഞ്ഞു പോകുമോ എന്നുള്ള ആത്മാർത്ഥമായ ഒരു ശങ്ക എനിക്കില്ലാതില്ല. കരിയാനാണ് ചാൻസ് കൂടുതൽ. ഏതാണെങ്കിലും കത്തട്ടെ, നമുക്ക് രണ്ടു വെച്ച് കണ്ടു നോക്കാം. അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് ഇവിടെ കിടന്ന കുറെ ചുള്ളിക്കമ്പും എല്ലാം തീരുകയും ചെയ്തു. പറമ്പും കുറെ വൃത്തിയാവും. ഇനി അടുത്ത ദിവസം ഇതുപോലെ തീ കത്തിക്കാറാൻ തോന്നുന്നുണ്ട്. ഇനി കിട്ടുമോ എന്ന് നമുക്ക് കണ്ടറിയണം കേട്ടോ. എന്തോ ഏതാണേലും റാണി അവിടെ ആ സമയത്ത് വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമുക്ക് നോക്കാം. റെഡിയായോ റാണി? റെഡിയായോ? വെജിറ്റബിൾ കൊണ്ടുവരട്ടെ. വെജിറ്റബിൾ കൊണ്ടുവരൂ സർ. ഇതിന് ചുറ്റുമുള്ള നമുക്ക് ഇവിടെ ഒന്ന് മാറ്റാം. എന്തായ അവസ്ഥ നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇനി കനല് നന്നായിട്ട് വന്നു. പതുക്കെ പൊക്കി നോക്കിയേ. ആ സംബട്ട് ബെറ്റർ. അത്രയും മോശമായില്ല. ഉദ്ദേശിച്ച അത്രയും മോശമായില്ല. ഞാനിത് കരിഞ്ഞ് അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. മേൽഭാഗം മുകളിലത്തെ പോർഷൻ മാത്രം കരിഞ്ഞു. മേൽഭാഗം മാത്രം ഒന്ന് ശകലം കരിഞ്ഞതേ ഉള്ളൂ. പുറമൊന്നും കുഴപ്പമില്ല. അവള് സുന്ദരിയായിട്ട് നിൽക്കുന്നതാണ് ഇപ്പേ. അതെ, അതെ. 1.5 നിപ്പായി. അതൊരു പക്ഷേ ആ പാത്രം മുട്ടിയതിൻ്റെ ആയിരിക്കും. കുഴപ്പമില്ല, സഹിക്കബിളാണ്. ഓക്കെ, അകം എന്ത് വേണം നോക്കണം ഒന്നുകൂടെ. എന്ത് കാണും? എന്തുമല്ലോ എടുക്കാൻ പാടാണോ? ഞാൻ എടുക്കണോ? അതൊക്കെ ചൂടാ. കൃഷി ചെയ്യാം. അങ്ങനെ കമ്പ് കയറി വരുമോ? ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. അയ്യോ, നോക്കിക്കേ, ഞാൻ മുകളിലത്തെ തൊലി ഇതിനെ ഇങ്ങനെ പറിച്ചു മാറ്റുവാണേ. അത്ര മാറ്റാം. വേസ്റ്റ് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇല്ല, അതുണ്ട് ഇതിൻ്റെ സ്കിന്ന്. അതിനെ നമുക്ക് ഇങ്ങനെ പറിച്ചു മാറ്റാം. കുറച്ച് കരിവ് പറ്റിയിട്ടുണ്ട്. ഇതുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല, നമ്മൾ രക്ഷപ്പെട്ട്. നന്നായിട്ട് വെന്തു കേട്ടോ. നല്ല പൊടി പൊടിയാ. നല്ല മണമുണ്ടല്ലേ തീർച്ച? അകം വെന്തോ? നല്ല മണമില്ലേ? മണമുണ്ട്. കോഴിയെ തൊട്ടായിപ്പം പറഞ്ഞു വരാം. എനിക്ക് തോന്നാ കരിഞ്ഞത് ആ പാത്രം ചെരിഞ്ഞപ്പോൾ പാത്രം ശകലം മുട്ടി നിന്നത്, അതുകൊണ്ടാണ് കരിഞ്ഞത്. പക്ഷേ കറക്റ്റ് വേവായിരുന്നു അങ്ങനെയാണെങ്കിൽ. ഈസി ആയിട്ടതേ പൊളിഞ്ഞു വരുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ തേണ്ട എന്നെ ഇന്നാ തിന്നോന്നും പറഞ്ഞ് റെഡ് ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബർ, ലെറ്റിസ് ലീഫ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ആപ്പിൾ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിട്ടെ ക്യാപ്സിക്കം, നാരങ്ങ നീരും ഇച്ചിരി ഉപ്പ് ഇതിൽ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അത്ര നമ്മൾ സാലഡ്സ് ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ ഉണ്ണിക്കുട്ടന് വിനെഗർ ഇഷ്ടമാണ്. വിനെഗർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്സിനകത്ത് അവനതില്ലാതെ രക്ഷയില്ല. അല്ല ഉണ്ണിപ്പി? അവനത് ഇഷ്ടമാണ്. അതുപോലെ തന്നെ സ്വീറ്റ് ചില്ലി സോസ് ഉണ്ട്. ഫേവറേറ്റ് ആണ്. അതെ, പഞ്ചുപ്പയ്ക്ക് അതില്ല പറ്റത്തില്ല. മയോണൈസ് ആൻഡ് ദെൻ പൊന്നുമണിക്ക് ഇഷ്ടം പ്ലെയിൻ ടൊമാറ്റോ സോസ് ആണ്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. നിങ്ങളെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നല്ല മണമാണ് ചിക്കൻ. ഞാൻ കൈകൊണ്ടൊന്ന് പിഞ്ച് ചെയ്ത് കാണിക്കാം. സംഭവം നോക്കിയേ, എത്ര ഇതായിട്ടാണ് പോരുന്നത് നോക്കിയാൽ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടതേ, നല്ല ഈസി ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെയുണ്ട് അല്ലേ? ഉണ്ണിപ്പായ്ക്ക് അമ്മ വായി വെച്ചത് നോക്കട്ടെ. ഞാനേ കഴിക്കണം മോനെ? ഉണ്ണിപ്പ ഇല്ലെങ്കിൽ മോനെ വേണമെങ്കിൽ ലെമൺ നമുക്ക് ഇത്ര ഇച്ചിരി ഒഴിച്ചേക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ കഴിക്കാൻ പോകുന്നു. 5 മുത്തിന് കൊടുത്തേക്കാം. 5 മുത്തിന് ഒരു കാല്. ഞാൻ കൈ കൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. എൻ്റെ കൈ ക്ലീൻ ആണ്. കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഇഷ്ടമല്ല മോനെ.
ചിപ്സ് കുഞ്ഞിന് കുറച്ച് ചിപ്സ് ഇഷ്ടമാണ്. കുഞ്ഞിന് ഏറ്റവും ഇഷ്ടം ചിപ്സാണ്. കുറച്ച് കൂടുതൽ ചിപ്സും വെച്ച് കണ്ടോ എന്നാ മോനെ. പൊന്നിന് ചില്ലി സോസ് വേണ്ടല്ലോ. ചില്ലി മേനേസും. ഇപ്പൊ ഞങ്ങൾ എല്ലാരും ഇനി ഒന്ന് കഴിക്കാം. നമുക്ക് ഇതുപോലത്തെ ഈ കൊറോണ കാലങ്ങളിൽ നമ്മൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എൻജോയ് ചെയ്യുക. ഉള്ളതിനെ കൊണ്ട് നമ്മൾ എൻജോയ് ചെയ്യുക. ചിക്കൻ കിട്ടിയില്ലെന്ന് നമുക്ക് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ചിക്കൻ കിട്ടാത്തവർക്കായിട്ട് ഞങ്ങളിത് തിന്നുന്നു എല്ലാവർക്കും വേണ്ടി. ഒരു ഫണ്ണുമാണ് അല്ലേ? കൂടെ വയറും നിറയും. അത് മാത്രമല്ല ഇവിടെ കിടന്ന കുറെ ചപ്പൻ ചോറും കുറെ ചുള്ളിക്കമ്പുകളെല്ലാം മാറി കിട്ടി. അതായത് കളയാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ട് തന്നെ അത് മാറി കിട്ടി. അപ്പൊ ഒരു പടിക്ക് പല പക്ഷികളുണ്ടല്ലോ. പക്ഷേ ഒരു പടി കഞ്ചാറ് വിഷ വീണു. അതന്നെ. ഓക്കെ. അതുപോലെ തന്നെ ഈ മരത്തണലിൽ വന്നിരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമുണ്ട്. നമ്മുടെ കൊച്ചു ഗാർഡൻ. അത് മാത്രമല്ല ഇവിടെ എല്ലാവരും ഇന്നാൾ ആരാണ് ചോദിച്ചു ഈ ടേബിളിന്റെ നിറക്കൊരു ഹോളുണ്ടല്ലോ എന്ന്. ഈ ഹോൾ എന്തിനാണെന്നറിയാം? നമ്മുടെ അംബ്രല വെക്കാൻ വേണ്ടി. നമുക്കൊരു വലിയ കുടയുണ്ട്. അത് വെക്കാൻ വേണ്ടിയാണ്. നമ്മൾ വെയിലത്തേക്ക് ഇരിക്കുമ്പോൾ കുട നിവർത്തി വെച്ച് അതിന്റെ അടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി. നമ്മൾ ചില റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിക്കത്തില്ലേ? നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് അതിന് പകരം നമ്മുടെ കുട എന്ന് പറയുന്നത് നമ്മുടെ മരം തന്നെയാണ്. കുട പോലെ നമുക്ക് നിൽക്കുകയാണ്. ആ കുടയുടെ അടിയിൽ ഇരിക്കുന്നതിൽ എത്രയോ സുഖമാണ്. ഈ മരത്തിനടി കിളികളുടെ സ്വരമൊക്കെ കേട്ട് കാറ്റൊക്കെ കണ്ട് അങ്ങനെ പറ്റി എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിക്കാൻ എന്നെ സുഖമാണെന്നറിയാം. അത് ഭയങ്കര സന്തോഷമാണ് ശരിക്കും അല്ലേ? പ്രകൃതി ആസ്വദിച്ച്. അതുപോലെ ഇപ്പൊ മുഴുവൻ പച്ചപ്പായി. നമ്മുടെ ഇലകളെല്ലാം ഇവിടെ മുഴുവൻ മരങ്ങൾ. അതൊക്കെ പുറകോട്ട് എങ്ങോട്ട് നോക്കിയാലും മരങ്ങളാണ്. അവിടെ നിന്ന് കഴിക്കാൻ നല്ല പ്രൈവസിയാണ്. ആരും കാണത്തില്ല കേട്ടോ നമ്മുടെ ഗാർഡനിൽ. ഇപ്പൊ സമയത്തിലോ നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ സമയം വൈകുന്നേരം രാത്രി 7:30 രാത്രിയാണെന്ന് നിങ്ങൾക്ക് തോന്നുമോ? 7:30 ആയിട്ടോ. എപ്പോഴും നോക്കി നല്ല നല്ല ഇവിടെ ഇപ്പം ഇരുട്ട് വീഴണമെങ്കിൽ ഒരു 9 മണി കഴിയും. 9:30 ആകുമ്പോൾ ഇരുട്ട് വീഴും. എനിക്കത് നാട്ടിലൊരു 5 മണിയുടെ ഒക്കെ ഒരു സമയം അല്ലേ? ഇത്ര കേട്ടല്ലോ. നന്നായിട്ടുണ്ട് കേട്ടോ. പാറ്റൊക്കെ പോയി നന്നായിട്ട് വെന്തു ചിക്കൻ കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ കരിഞ്ഞു പുകഞ്ഞു കിട്ടുമെന്ന് വിചാരിച്ചേ. നന്നായിട്ടുണ്ട് അല്ലേ മോനെ? ഇഷ്ടപ്പെട്ടുണ്ടോ? ഇപ്പൊ മോനെ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്നും ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. വല്ലപ്പോഴും ഇങ്ങനത്തെ അവസരം വന്നു. എനിക്ക് നോക്കും, സുരേഷ് നോക്ക്, മക്കളുണ്ട്, എല്ലാവരോടും എൻജോയ് ചെയ്യുന്നു. കോഴിയെ കിട്ടി. നല്ല വെയിലായിരുന്നു. കത്തിക്കാൻ ഇഷ്ടംപടി കമ്പും ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടൊരു നല്ല അവസരം. എല്ലാത്തിനും സമയമില്ല. അപ്പം നാട്ടിലെല്ലാരും ബക്കറ്റ് ചിക്കൻ പറഞ്ഞു ഞാനോട് തന്നാ പിന്നെ നമുക്കും ഒരു ബക്കറ്റ് ചിക്കൻ ചെയ്യണം. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കൂടെ നിങ്ങളും കൂടിയതിന് ഒരുപാട് നന്ദി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഒരു രസം ചുമ്മാ കമന്റ് ഇടുക. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് നിങ്ങൾ കരുതുന്നു. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരെ താങ്ക് യു. ബൈ.